ഞാനിപ്പോ എന്താ പറയാ, ഞാനാണ് ഇവിടെ ധർമ്മസങ്കടത്തില്. അല്ല ഇത് ഒരു കാര്യം സംശയമാണ്, എല്ലാരും മാറി മാറി കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ. എപ്പോ പറഞ്ഞായിരുന്നു? ചെവി ഉണ്ടായിരുന്നു. അല്ല ലക്ഷ്മി അങ്ങനെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു തുടങ്ങി. ഇല്ല കൂടെ നടക്കരുത്. അങ്ങനെയാണ് നിങ്ങൾ ലീഡ് ആയത്. ഞാനിതിൽ നോക്കുന്ന അവര് ഓക്കെ, ഞാനിതിൽ നോക്കുന്നത് ഇവിടെ ആരും ചെവി പറഞ്ഞു കൊടുത്തിട്ടില്ല. കഷ്ടപ്പെട്ട ബുദ്ധിയുണ്ടെങ്കിൽ ജയിക്കും. എന്നിട്ട് നീ എന്തിനാ ജയിച്ചേ? മാറി കളിക്കാൻ പറഞ്ഞത് ഇപ്പം ഒരാള് അവിടെ കൊണ്ട് ഒട്ടിക്കുന്നതിന് മുന്നേ വേറൊരാൾ വന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, അതാ പറഞ്ഞ. നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ടേ ജയിക്കാറുള്ളൂ. ജയിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, ഇവിടെ പല പ്രഖ്യാപിച്ചില്ലല്ലോ. അതാണല്ലോ നമ്മള് പറഞ്ഞേ. ഞാനൊരു കാര്യം പറയട്ടെ, കൂടെ തുള്ളെന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ തുള്ളി. ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനായിട്ട് ഏത് ടീമാണ് വിൻ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല. പിന്നെ എന്തിനായിരുന്നു ഇവിടെ ഒരു കൂട്ടം? അതല്ല ഞങ്ങൾ അതിനെ ഇറങ്ങാത്തത്. ഇനി എനിക്ക് സെന്ററിലേക്ക് വരാം. ഞങ്ങൾ തുള്ള ഇറങ്ങിയില്ലല്ലോ. ഇത് ഭയങ്കര പ്രശ്നമാവും. അല്ലെങ്കിൽ അത് അങ്ങനെ നോക്കണം. നമുക്ക് 31, അവർക്ക് 28. എത്രയായാലും ശരി, നമ്മൾ ജയിച്ചാൽ ആദ്യം ഫിനിഷ് ചെയ്തതാണ്. ഓഡിയൻസിന് അറിയാം ആര് ജയിച്ചെന്ന്. ഓക്കെ, എല്ലാവരും ഇരിക്കും. ഇത് കാരണം നിങ്ങൾ എല്ലാവരും ബുദ്ധി ഉപയോഗിച്ചിട്ട്, ഇവരാണെങ്കിൽ ഓടിയിട്ട് നിങ്ങൾ ഫിനിഷിംഗിൽ കളിച്ചു. അത് നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന വരില്ല. നമ്മളൊരു കുടുംബം നോക്കണല്ലേ. ചേട്ടൻ്റെ ഒരു കുടുംബം നിന്നെ നമിച്ചടി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടേ നീ വരണ്ട, നിന്റെ മനസ്സ് അത് സീരിയസ് ആയിട്ട് പറഞ്ഞ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലോ, അതാണ്. ഞാനും നീ ആയിട്ട് ഒരു കമ്പനി ഉണ്ടാവില്ല. ഈ ഫ്ലോറാണ് സത്യം. അല്ല നമ്മളെ അങ്ങനെ ജയിച്ചു കണ്ട അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമല്ല. നമ്മൾ രണ്ട് പിള്ളേരും കുടുംബമൊക്കെ ഉള്ളതല്ലേ. കുടുംബനാഥൻ നമ്മുടെ റേഷൻ കാർഡ് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് വന്ന പിള്ളേർ വന്ന് ഗെയിം ഉണ്ടാക്കിയിട്ടാ ഞാൻ. ശരി, ഓക്കെ. അപ്പോ ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. ലൈക്ക് ഇത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ വഴിയിലേക്ക് വന്നിട്ടുള്ള റൂട്ടുകൾ പല പല രീതിയിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതെ അല്ലേ? ഓക്കെ. ഈ ഗട്ടറിലേക്ക് മാറ്റി വിടുന്നതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ കുന്തം പോലെ നിന്നിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വരും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുന്തത്തിനെ മാനിക്കണോ ചാട്ട വരുമോന്ന് പറയാം. അതായത് എനിക്ക് ചുരുക്കി പറയാൻ അറിയില്ല. അത് അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ രണ്ട് ടീമിന്റെയും ഉത്തരവാദിത്തമാണ്. സ്റ്റിക്ക് ചെയ്ത വയസ്സ് കൂടുതൽ നിങ്ങൾക്ക് എണ്ണം ഉണ്ടെങ്കിലും ലൈക്ക് റൂളായിട്ട് കളിച്ചിട്ടുള്ളത് ഇവരാണ്. അതിന്റെ കാരണം വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാലേ അടുത്ത രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോം ഇഷ്ടമുള്ള പോലെയാണ് കളിച്ചിരുന്നത്. പക്ഷെ നിങ്ങളിലും ലൈക്ക് ഫ്ലോസ് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ രണ്ട് ടീമിനും ഈ റൗണ്ടില് മീൻസ് ഒരേ പോയിന്റ് കൊടുത്തിട്ട് നമ്മളൊരു ടൈ ബ്രേക്കറിലേക്ക് പോവാണ്. അതായത് റൂൾസ് പാലിച്ചുകൊണ്ട് ഈ എഡ്ജ് ഏതാണോ ഏത് ടീമാണോ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യണേ അവരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീടിന്റെ മുകളിലത്തെ വരി നോക്കൂ, മോളിൽ നിന്ന് താഴേക്ക് ആ വീട്ടിലേക്ക്. ഒരു ലൈൻ കണ്ടുപിടിക്കാറിഞ്ഞൂടെ? അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഒരുമിച്ച് അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾ ഒരാളുടെ കഴിഞ്ഞ ആൾ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഒരുമിച്ച് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തോണ്ടേയിരിക്കാം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോളിൽ നിന്ന് താഴേക്ക് ഗ്യാപ്പ് ഉണ്ടാവരുത്, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഗ്യാപ്പ് ഉണ്ടാവരുത്, നീറ്റ് ആയിരിക്കണം, ഭംഗിയിൽ ഒട്ടിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് മൂവിംഗ്. ഒത്തുപിടിച്ച് പറ്റും. ടീം ആൻഡ് ടീം. വെരി ഗുഡ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പിടി.
മേളിലുണ്ട് മേളിലുണ്ട് അയ്യോ മേളിലുണ്ട് മേളില് അയ്യോ മേളിലുണ്ട് ഒട്ടിക്ക് 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 എന്താണ് ഉല്ലാസം മറിഞ്ഞിന്ന് സിസർ വലിക്കാണോ മറിഞ്ഞിന്ന് സിസർ വലിയ സാറ് കാണാതെ അവിടെ എന്താ ചെയ്യണേ ഫിനിഷിംഗ് വർക്ക്